അതിൽ ഒരുത്തിയിട്ട കമന്റ്, നിന്റെ കുഞ്ഞിന്റെ മോന്തെ ഒന്ന് നോക്കടി, വെറുതെ അല്ല ദൈവം നിന്റെ കുഞ്ഞിനെ അങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞ ഒരുത്തി നല്ല ഒരു പുന്നാര മോളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളെ ഞാൻ ഇങ്ങനെ തന്നെ വിളിക്കും. നിനക്ക് കമന്റ് ഇടാനുള്ള ധൈര്യം കാണും, നീ ഇന്ന് ഈ വീഡിയോ കാണുമെന്നും എനിക്കറിയാം. പക്ഷെ എന്റെ മുമ്പ് നേരിട്ട് വന്നു നിന്ന് നിനക്ക് പറയാനുള്ള തന്റേടം കാണത്തില്ല. അങ്ങനെ വന്ന് നിന്ന് നീ പറയാനുള്ള തന്റേടം കാണിച്ചാൽ നീ അത് ഒരു വട്ടവേ കാണിക്കും. അടിച്ച് നിന്റെ കവാല കുറ്റി ഞാൻ പൊട്ടിക്കും, കേട്ടോടി പുന്നാര മോളെ എന്ന് തന്നെ ഞാൻ പറയും. ഇനി എവളെന്നല്ല ഏവളിനി എന്റെ കൊച്ചിനെ പറ്റി ഇമാതിരി തോന്നിവാസം എന്നോട് പറഞ്ഞാലും ഞാൻ പറയും. കമന്റ് ഇടുന്നത് നിങ്ങളുടെ അവകാശമാണ്, കമന്റ് ഇടാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഈ കമന്റ് ഇട്ട പുന്നാര മോളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മേല ഇനി എന്റെ കൊച്ചിന്റെ കാര്യം പറഞ്ഞ് എന്റെ അക്കൗണ്ടിൽ കയറി ഇമാതിരി ഇട്ടേ. കഴിഞ്ഞ ദിവസം അനാമിക വിഷ്ണു ടോപ്പിക് എന്ന് പറയുന്ന ചാനലിൽ വന്ന വീഡിയോ ആണിത്. അനാമിക വളരെയേറെ ദേഷ്യപ്പെട്ട് ഇതിൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്തിനാണ് അനാമിക ഇത്ര ദേഷ്യപ്പെട്ട് സംസാരിച്ചത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങളിൽ പലർക്കും അനാമികേനെ അറിയായിരിക്കും, അറിയാത്തവർ ചുരുക്കമായിരിക്കും. അനാമിക ഒരു അനാഥ കുട്ടിയാണ്. ജീവമാതാ കാരുണ്യ ഭവനിലാണ് അനാമിക വളർന്നത്. ലാസ്റ്റ് ജീവമാതാ കാരുണ്യ ഭവന്റെ ഉടമയായിട്ടുള്ള ഉദയഗിരിജ, അതായത് നടത്തിപ്പുകാരിയായിട്ടുള്ള ഉദയഗിരിജയുടെ മകനായ വിഷ്ണുവിനെ അനാമിക വിവാഹം കഴിക്കുകയായിരുന്നു. അതിന് ഉദയഗിരിജ തന്നെയാണ് മുൻകൈ എടുത്ത് അങ്ങനെ വിവാഹം നടത്തിയത്. വിവാഹത്തിന് ശേഷം അവരൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയും വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോവുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അനാമിക പ്രഗ്നൻ്റ് ആവുന്നു, പിന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിയുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാകുകയൊക്കെ ചെയ്തു. കാരണം ഉദയഗിരിജ നടത്തിക്കൊണ്ട് പോകുന്ന ജീവമാതാ കാരുണ്യഭവനിൽ എന്തൊക്കെയോ ക്രമക്കേടുകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതും, അവിടുത്തെ അമ്മമാരെയും ഒക്കെ കുട്ടികളെയൊക്കെ അവർ ഉപദ്രവിക്കുമായിരുന്നു, അവിടുത്തെ ജോലികൾ ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സൈഡിൽ കൂടെ തന്നെ അനാമികയുടെയും വിഷ്ണുവിൻ്റെയും ബന്ധത്തെ തുടർന്നും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം നമുക്ക് ചകഞ്ഞ് പറയേണ്ട കാര്യമില്ല, കാരണം അതെല്ലാം അവസാനിച്ച ഒരു കാര്യമാണ്. ഇപ്പോൾ അവർ നന്നായിട്ട് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഉദയഗിരിജ ഒരു അനാഥ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞ് അന്നത് വലിയൊരു വാർത്തയായതായിരുന്നു. പക്ഷേ അനാമിക ജീവമാതാ കാരുണ്യഭവനിലായിരിക്കുമ്പോൾ തന്നെ ഈ വിഷ്ണുവായിട്ട് പ്രണയത്തിലാകുകയും അതിൽ അനാമിക ഗർഭിണിയാകുകയും ചെയ്തു. ഇതറിഞ്ഞ ഉദയഗിരിജ അവരെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു. അല്ലാതെ ഒരു അനാഥ പെൺകുട്ടിയെ മകന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് കരുതി വിവാഹം കഴിച്ചതല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദങ്ങളായിരുന്നു. പിന്നെ അത് കേസാകുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാകുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അനാമിക വന്നിട്ട് ഒരു പ്രസ് മീറ്റൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അവർ സന്തോഷമായിട്ട് അവരുടെ കുഞ്ഞിനെ കൊണ്ട് ജീവിക്കുന്നു. അവർക്കൊരു കുഞ്ഞുണ്ട്, ഉണ്ണിമോളെന്നാണ് അവർ വിളിക്കുന്നത്. യഥാർത്ഥ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഇപ്പം എന്താ ഉണ്ടായത്, അനാമിക എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അനാമികയ്ക്ക് സ്വന്തവും ബന്ധമെന്ന് പറയാനായിട്ട് അങ്ങനെ ആരുമില്ല. അനാമികയുടെ അമ്മയൊക്കെ മരിച്ചുപോയി, അച്ഛനും മരിച്ചുപോയി. അപ്പം അനാമികയ്ക്ക് ഇപ്പോൾ ഉള്ളത് ഒരു അനിയത്തിക്കുട്ടി മാത്രമാണ്. അനിയത്തിക്കുട്ടി എന്ന് പറയുമ്പം ഇവരെ രണ്ടുപേരുടെ അമ്മ ഒന്നാണെങ്കിലും അച്ഛൻ വേറെയാണ്. അപ്പോൾ ആ ഒരു അനിയത്തിക്കുട്ടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അനാമിക ആ ഒരു കുട്ടീനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇവർ വെളിയിൽ ഒരു ഔട്ടിങ്ങിന് പോകുന്ന രീതിയിൽ ഒരു ഫോട്ടോഷൂട്ടിങ്ങിനാണ് സത്യം പറഞ്ഞാൽ അവർ പോയത്. കാരണം ഇവരുടെ മകളായ ഉണ്ണിമോളുടെ 1 വയസ്സ് ബർത്ത്ഡേ പൂർത്തീകരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവരൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ പൊന്നു എന്ന് പറയുന്ന ഇവളുടെ അനിയത്തിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അനീതി ഉണ്ടെന്ന് അറിയാമെങ്കിലും അനാമികയുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ആ അനീതിനെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. വളരെ തമാശ രൂപേണ ആ വീഡിയോയിൽ ഇവർ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. അനീത്തിക്കുട്ടി ഞാൻ സുന്ദരിയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും അനാമികയും ഉണ്ണിമോളും ആണ് സുന്ദരി എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ടായിരുന്നു. അവർ ഒരു തമാശ രൂപേണ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ അത് ഏറ്റെടുക്കുകയും, അല്ലെങ്കിൽ അനിയത്തിക്കുട്ടിക്ക് ഒരുപാട് വിഷമമായി, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ സുന്ദരി അല്ല എന്ന് പറയാനായിട്ട് വിഷ്ണു എത്രമാത്രം സുന്ദരനാണ്, ഈ രീതിയിലുള്ള കമൻറ്റുകൾ കാര്യങ്ങളൊക്കെ അവരിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. ഇച്ചിരി കൂടിയെങ്കിലേ ഉള്ളു മേക്കപ്പ്. മൂപ്പരെ നിനക്ക് ശരിക്കും മനസ്സിലായോ? പൗഡർ തീർന്ന വീട്ടിലെ നമ്മള് ഉണ്ണിമോളാണ് സുന്ദരി. നോക്ക് ഉണ്ണിമോൾ സുന്ദരി. നീ സുന്ദരി അല്ല, ഞങ്ങളുടെ ഉണ്ണിമോള് അനാമികമോള്. അനാമിക കൊറേ ലുക്കില്ലേ? ഈ ഒരു വീഡിയോയിൽ ഇവർ തമാശ രൂപേണയാണ് പറയുന്നതെങ്കിലും ആ മോൾക്ക് അത് ഫീൽ ആകുന്നതായിട്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ കുഞ്ഞും അമ്മയൊന്നും ഇല്ലാതിരിക്കുന്നതാണ്. അപ്പോൾ അതിന് ഫീൽ ആവുന്നത് ഫോളോവേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അനാമികയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുകയും, ആ ഒരു വീഡിയോ നല്ല രീതിയിൽ ചെയ്തതായിരുന്നെങ്കിലും ഒരുപാട് ബാഡ് കമൻ്റാണ് അനാമികയ്ക്ക് വിഷ്ണുവിനും എതിരെ ആ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്.
അതൊക്കെ പോട്ടെ, അനാമികയൊക്കെ അങ്ങനെ കളിയാക്കിയിട്ടാണ്, അല്ലെങ്കിൽ വിഷ്ണു അങ്ങനെ കളിയാക്കിയിട്ടാണ്. വിഷ്ണു അനാമികയും ചേർന്നിട്ട് തമാശ രൂപേണ പറഞ്ഞെങ്കിലും അത് ആ കുട്ടിക്ക് ഫീൽ ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ആ കമൻസും കാര്യങ്ങളൊക്കെ വന്നതെങ്കിലും അതിൽ കുറച്ച് കമൻസ് മാത്രം അനാമികേനെ വേദനിപ്പിക്കണം എന്ന് കരുതി. അനാമിക എങ്ങനെയാണ് വേദനിക്കുന്നത്? ഒന്നെങ്കിൽ വിഷ്ണുവിനെ എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ അനാമികയുടെ കുഞ്ഞ് ഉണ്ണിമോളെ എന്തെങ്കിലും പറയണം. നമുക്കെല്ലാവർക്കും അറിയാം ആ കുഞ്ഞിന് എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു അസുഖമുണ്ട്. അസുഖം എന്നല്ല, ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ ഒരു കുട്ടിയാണ് അതൊന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ആ കുട്ടിയെ മോശം പറയുന്നത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഒരു ചുമ്മാ ഊഹാഭോഗത്തിൽ പറയുന്ന ഒരു കാര്യമല്ല ഇത്. കാരണം അവർക്ക് ഇട്ടിട്ടുള്ള കമൻസ് ഞാൻ ഈ സൈഡിൽ വെക്കാം. അപ്പം ഒരു സ്ത്രീ അതിൽ കമൻ്റ് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് ഏതാണെന്നുള്ളത് ഈ കമൻറ്റ് ബോക്സിൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവർ കമൻ്റ് ഇട്ടേക്കുന്നതാണ്, കല്യാണത്തിന് മുമ്പേ ഗർഭിണി ആയതുകൊണ്ടായിരിക്കും കുഞ്ഞു പൊട്ടിയായത് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ നീ പൊന്നുവിനെ കളിയാക്കുന്നുണ്ടല്ലോ, നിന്റെ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്ക് എങ്ങനെയായിരിക്കുന്നതെന്ന്. ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പറ്റിയാണ് ഈ രീതിയിലുള്ള കമൻസ് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് അനാമിക ഇത്രയും ദേഷ്യത്തിൽ. ഒരിക്കലും അനാമികയുടെ ഒരു വീഡിയോയിലും അവൾ ഈ രീതി സംസാരിച്ച് കണ്ടിട്ടില്ല. എപ്പോഴാണെങ്കിലും നമ്മൾ മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കളെ പറ്റി പറയുമ്പോഴാണ് നമുക്ക് ഒത്തിരി വേദന വരുന്നത്. നമ്മളെ പ്രകോപിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നമുക്ക് ദേഷ്യം വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ പറ്റി പറഞ്ഞാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവർ ഈ രീതിയിൽ കമൻ്റ് ഇടുന്നത്. അനാമികേനെയും വിഷ്ണുവും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വിമർശിച്ച് നമുക്ക് കമൻ്റ് ഇടാനായിട്ട് പറ്റും. കമൻ്റ് ഇടുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അതായത് നമ്മുടെ അഭിപ്രായം ഇപ്പം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്കത് കമൻ്റ് ഇട്ട് പറയാൻ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ പറയുമ്പം അത് ആ രീതിയിലുള്ള കമൻസ് ആയിരിക്കണം. അല്ലാതെ ഒരു കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അത്രയും നികൃഷ്ടരായുള്ള മനുഷ്യർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. ഒരിക്കലും ഞാൻ ആ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യത്തേയില്ല. അതേ സമയത്ത് അനാമിക ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അനാമിക ആ കുട്ടിയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനാമികയുടെ സ്വന്തം അനീതിയാണത്. അനാമികയ്ക്ക് തമാശ രൂപേണ എന്തെങ്കിലും പറയാം. പിന്നീട് ഒരു വീഡിയോയിൽ വന്നിട്ട് ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി എൻ്റെ അമ്മയാണ്, എന്നെ അങ്ങനെ നല്ല രീതിയിലാണ് നോക്കുന്നത്, എൻ്റെ ചേച്ചിയെക്കാളും എനിക്കിഷ്ടം എൻ്റെ ഉണ്ണിയണ്ണേനെയാണ്, ഞങ്ങളെ നന്നായിട്ടാണ് നോക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിമോളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ ആ കുഞ്ഞു വന്ന് പറയുന്നുണ്ട്. വളരെ പക്വതയുള്ള നല്ല മര്യാദക്കാരി ഒരു കുഞ്ഞാണ് ഈ പൊന്നു എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു വീഡിയോയിൽ ആ കുട്ടിയുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ അത് മനസ്സിലാക്കാനുള്ള ഒരു പക്വതയൊക്കെ ആ പൊന്നിനായിട്ടുണ്ട്. എന്നിട്ട് പോലും പൊന്നു വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ അതൊരു തമാശ രൂപേണ പറഞ്ഞതാണ്, ഞാനതൊരു കാര്യമാക്കിയേ എടുത്തിട്ടില്ല എന്നുള്ളത്. ഒരുപാട് അലിഗേഷൻ ആ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് പിന്നെ നിങ്ങൾ ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോയത്? അതിനൊരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്തു. നിങ്ങളെല്ലാവരും പുതിയ ഡ്രസ്സും എടുത്തിട്ട് നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ആ കുഞ്ഞിന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ അതിനെ കണ്ടത് ചുമ്മാ കുഞ്ഞിനെ നോക്കാനോ, അല്ലെങ്കിൽ ചുമ്മാ കൂടെ കൊണ്ടുപോയതുപോലെ ആയിപ്പോയി, അതിനെ കൂടെ കൊണ്ടുപോയി പരിഹസിച്ചു. ആ രീതിയിലുള്ള കമൻസാണ് ഫുള്ളും വന്നിട്ടുള്ളത്. കാരണം കുട്ടി സുന്ദരിയല്ല എന്ന് പറയുന്നു. അപ്പം ഇതെല്ലാം ആ കുട്ടിക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ആ വീഡിയോ ഫുള്ളായിട്ടും കണ്ടതാണ് ഞാൻ. അപ്പം എനിക്കും അങ്ങനെ തോന്നി, ആ കുട്ടിയുടെ മുഖഭാവം മാറുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി. ഇത്രയും അനാമികേനെയും വിഷ്ണുവിനെ ഇത്രയും രീതിയിൽ പറയാൻ മാത്രമുള്ള കാര്യമുണ്ട് എന്ന് മാത്രം എനിക്ക് തോന്നിയില്ല. കാരണം അവർ സഹോദരങ്ങൾക്കിടയിൽ കാഷ്വലായിട്ട് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയത്. പക്ഷേ അത് വീട്ടിൽ സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല. പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ ലോകം മൊത്തം കാണുന്നതാണ്, ആ കുട്ടിയുടെ കൂട്ടുകാർ ഇതൊക്കെ കാണുന്നതാണ്, ഈ വീഡിയോയും വ്ലോഗുകളൊക്കെ. അപ്പം സുന്ദരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേനും പിന്നെ ഒരു ബ്യൂട്ടി പാർലറിൽ കയറി അനാമിക മേക്കപ്പ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് ഇതൊരു പന്ന ചേച്ചിയാണ്, കൊറിയൻ ലുക്ക് പോലെ ആയിട്ട് ചേച്ചി ഇരിക്കുകയാണ്, എനിക്കൊരു പൗഡർ പോലും ചേച്ചി ഇട്ട് തന്നില്ല എന്നൊക്കെ ചെറിയ പരാതികൾ പറയുമ്പം ഈ അനാമിക അത് ശ്രദ്ധിക്കാത്തതുപോലെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിന് മറുപടി പോലും കൊടുക്കുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ആളുകൾ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതിനൊക്കെ ഒരു മറുപടി എന്നോളമാണ് അനാമിക ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് മുമ്പായിട്ട് അനാമിക ആ കുട്ടിയെ വീട്ടിൽ കൊണ്ട് നിർത്തി, 2 ദിവസം വീട്ടിൽ കൊണ്ട് നിർത്തി. ആ കുട്ടിയുടെ അച്ഛൻ വിളിച്ച സമയത്താണ് ആ കുട്ടി തിരിച്ചു പോകുന്നത്. അപ്പം ആ സമയത്ത് എടുത്ത വീഡിയോ ഒക്കെ അനാമിക ഇടുന്നുണ്ട്. അപ്പം ഇത്രയും സന്തോഷത്തോടെയാണ് അവരിയ്ക്കുന്നത് എന്നുള്ള രീതിയിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അനാമിക പറയുന്നുണ്ട്, അവർ അനാഥയായിട്ട് വളർന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എനിക്ക് ഓരോ സാധനങ്ങളൊക്കെ ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ മേടിച്ച് തരാനൊന്നും ആരും ഇല്ലായിരുന്നു,
എന്നെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അങ്ങനെയുള്ള എനിക്ക് പൊന്നുവിന് എന്ത് ആവശ്യമുണ്ട് അല്ലെങ്കിൽ പൊന്നുവിന് എന്ത് വേണം അതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ഒരു ചേച്ചിയമ്മ എന്നുള്ള നിലയിൽ എനിക്ക് സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവർ സഹോദരങ്ങളാണ്. അവർ നമ്മൾ വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രമാണ് കാണുന്നത്, ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല. നമ്മൾ അഭിപ്രായം പറയുമ്പം നമുക്കെല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം അനാമികയെ വിമർശിക്കുന്നതോ അനാമികയുടെ തെറ്റ് കാണിച്ചു കൊടുക്കുന്നതോ അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വിമർശിക്കുമ്പം അവരുടെ ആ ഒരു കുഞ്ഞിനെ മാത്രം വിട്ട് കളിക്കുക, ആ കുഞ്ഞിനെ കുറിച്ചിട്ട് പറയാതിരിക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് പേര് ആ കുഞ്ഞ് ഉണ്ടായ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാകാൻ കാരണം നിങ്ങളുടെ അമ്മ, അതായത് ഉദയഗിരിജ അവരുടെ സ്ഥാപനത്തിലെ അമ്മമാരോടും മക്കളോടും ചെയ്ത ക്രൂരതകൾ വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നൊക്കെ പറയുന്നു. അത് ഇങ്ങനെ ഒരു കുഞ്ഞിനെ അങ്ങനെയൊക്കെ പറയുന്നത് വളരെ ലോജിക്കില്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അവനവൻ ചെയ്യുന്നത് അവനവൻ അനുഭവിക്കും എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അല്ലാതെ അമ്മയും അച്ഛനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് മക്കളെ ഇട്ട് ദൈവം അനുഭവിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഉദയഗിരിജിയുടെ ഫാമിലിയും എല്ലാവരും ഈ അനാമികയും വിഷ്ണുവൊക്കെ ആയിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ്. ഇതെല്ലാം ആളുകൾ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.